അപ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സെയിലാക്കാനെ കിട്ടിയിട്ടുണ്ട്. കുറെ ദിവസത്തിന് ശേഷം കാണുകയാണ് ഞങ്ങൾ തമ്മിൽ. നമ്മളെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ സെയിലാക്ക ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ നമുക്ക് ഇന്നൊരു കുട്ടൻ ബിരിയാണി എന്നാലോ? അപ്പൊ നമ്മള് മറ്റേ ലീക്ക് വരാൻ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ബീഫ് ബിരിയാണി കൂട്ടാത്തോന് ദിൽസാവിന്ന് പുറത്താണ് പറഞ്ഞ മാതിരി നമ്മൾ അത് കാരണം പുറത്താവണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നൊരു കുട്ടൻ ബിരിയാണി, അടിപൊളി കുട്ടൻ ബിരിയാണി ഒന്ന് വണ്ടി ചാട്ടി. അപ്പൊ നമ്മൾ നേരെ പോയത് സലീം ബായിയുടെ, സലീം ഖാന്റെ ബിരിയാണി കടയിലേക്കാണ്. ദം കുട്ടൻ ബിരിയാണി നാടൻ. അപ്പൊ മുപ്പരതാ ഒരു ചെമ്പ് ദമ്മിട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ ചെമ്പ് ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. നാടൻ ലെവലിലാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പുരല്ല ദമ്മ് തന്നെയാണ്, ഒരു മാറ്റമില്ല. ഭക്ഷണം കൊടുത്തു തുടങ്ങി രാവിലെ 11 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തിരക്കൊന്നുമില്ല. ഹൊയ് അതാണ് എന്തൊക്കെ വിശേഷം? അത് ഈ ബീഫ് ബിരിയാണി നിർത്തിയിട്ട് ഇനി ആടുമന്തി ഉണ്ടാക്കേണ്ട ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് വിജയകരാകൂല്ലേ നോക്ക, നമുക്ക് വിജയിപ്പിക്കാം, നമുക്ക് വിജയിപ്പിക്കാലോ. ആളെന്ന് വരുത്തിയാ പോരെ. 120 റുപ്യൊക്കെ കൊടുക്കേണ്ട മാതിരി കിട്ടും ആട്. നോക്ക, നമുക്ക് അതിനനുസരിച്ച് ആട് സെറ്റപ്പ് ആക്കണം, അത്രേ ഉള്ളൂ. ആട്ടുകുട്ടികളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വില കമ്മിയാക്കി കിട്ടണം. അപ്പൊ അടുത്തൊരു പ്ലാനും കൂടെ അങ്ങനെയാണ് അല്ലെ? ആടുമന്തി, ആ പൊളിക്കും. ആട് ബിരിയാണി, ആട് ബിരിയാണി, ആട് ബിരിയാണി. ഇത് കുട്ടൻ, ഇത് കറക്റ്റ് കുട്ടൻ. മന്തിക്കാർക്ക് പണിയാവും. അപ്പൊ നമ്മള് ആടുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കേണ്ട ഒരു പ്ലാനിങ് ഉണ്ട്. അടിപൊളി, അത് നല്ല തീരുമാനം. അൺലിമിറ്റഡ് ഒരു 200 റുപ്യ കൊടുക്കുകയാണെങ്കിൽ നടക്കുവോ? നമുക്ക് നടത്താം. ഇതൊരു ട്രസ്റ്റ് ആണ്, അതൊരു 4-5 ആളെ ട്രസ്റ്റ് ആണ്. ഞങ്ങൾ തീരുമാനത്തില് ആയിക്കണോ. പക്ഷെ അതെ പ്രാബല്യത്തിൽ വ്യക്തിയെ വിജയകരമാകുകയാണെങ്കിൽ ഞങ്ങളായിരിക്കും വിജയിപ്പിക്കാൻ നമ്മളെ പോലുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളെ കൂടെ ഉണ്ട്. അതുമില്ലാതെ അല്ല, അതുണ്ടാവും. അത് നമുക്ക് നോക്കുക, ശ്രമിക്കാലോ. അത് ഒച്ചുണ്ടാക്കിയിട്ട് ഇറങ്ങിയാലേ നമ്മൾ എത്ര കൊല്ലം പരിപാടി തുടങ്ങിയിട്ട്? എത്ര കൊല്ലം പരിപാടി തുടങ്ങിയിട്ട്? ഉള്ള ഒച്ചൊക്കെ പോയിക്കില്ലേ? എന്നാലും ഒരു ഇവിടത്തെ എത്ര കൊല്ലം ഏകദേശം? അത് ദിവസം എണ്ണീറ്റ് പറയാം. ദിവസ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 10,000 സംവത്സരങ്ങൾ കഴിഞ്ഞു. നല്ല കണക്കാണ്. അത് മത്സരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 30 കൊല്ലത്തിന്റെ അത്ര ഉണ്ടാവും. അടിപൊളി. എപ്പോഴാ തുടങ്ങി? രാവിലെ തുടങ്ങുവേ. അതിരാവിലെ തുടങ്ങും. തിന്നാൻ കിട്ടുന്ന എത്ര മണി വരെ വരണം? 11 മണിക്ക് ഒരു 3 മണി വരെ. 3 മണി വരെ എന്തായാലും ഉണ്ടാവും. ചിലപ്പോ ഇവിടെ ആള് കമ്മിയാണെങ്കിൽ ബാക്കിയായ അതുകൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ 18-3 റെഡിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് അല്ലേ? അതാണ് അടിപൊളി. നമുക്ക് അടുത്ത ആട് ബിരിയാണി കളിക്കണം നമുക്ക്. അപ്പൊ ഈ ഒച്ചയും വെച്ചും കണ്ട് നമുക്ക് കളിക്കണം. ആട് ബിരിയാണി അൺലിമിറ്റഡ് ആക്കാൻ പറ്റും, നോക്കണം, പൊളിക്കണം നമുക്ക്. 200 റുപ്യൊക്കെ എല്ലാവരും സഹകരിച്ച് തരികയാണെങ്കിൽ നമ്മളായിരിക്കും തിരിയും. ഇതന്നെ ആൾക്കാർക്ക് റേറ്റ് ഓവറാണ്, ആനയാണ് ചേനയാണെന്ന് പല. പക്ഷെ ഈ ആദ്യം കൊടുത്ത് ഇവിടെ ഒരു മനുഷ്യൻ കൊടുക്കൂല, ജീവന്റെ കൊടുക്കൂല. റൈസിനല്ല പൈസ, ഇറച്ചി കിട്ടണമെങ്കിൽ നമ്മളെ കായാണ് കൊടുക്കണം. അതെ. അപ്പൊ നമ്മളെ നമുക്ക് അതൊന്ന് അടിച്ചു നോക്കാം. ഒരു വേനല് ഒന്ന് ചൂട് കൂടിയ ആടിലേക്ക് കുറച്ച് ആടൊക്കെ സെറ്റ് ചെയ്യണം. കോഴിയുടെ കാര്യം, കോഴി വേണം. കോഴി എല്ലായിടത്തും കിട്ടും. മറ്റേ ഇയാള് പറഞ്ഞ കോഴി അമ്പാടും കിട്ടും. ഇത് ഈ ആദ്യ സാധനം കിട്ടും. നമ്മളെ ആടുമ്മൽക്ക് തിരിയാനുള്ള പരിപാടി ഉണ്ട്. മിക്കവാറും ആടും. നമുക്ക് ആടി വെക്കാം. നമ്മള് അത് വെച്ചപ്പെടുത്ത് ഇങ്ങനെ കേക്കണം. ആ മുട്ടറാണെന്ന് വെച്ചാ ഇതാണ് നാടൻ കുട്ട അല്ലേ? നാടൻ സലീമാക്കാനെ നാടൻ കുട്ടൻ. രണ്ട് കുട്ടന്മാർക്ക് കൊടുക്കി. നാടൻ കുട്ടല്ലേ സലീമാക്ക? പോട്ടെ സവാരി ഗിരി പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. മോഹങ്ങൾ മുരടിച്ചു മോതിര കൈമരവിച്ചു മനസ്സു മാത്രം
മരവിച്ചില്ല പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. പിന്നെ പാട്ട് തികച്ചും സൗജന്യമാണ്. അപ്പോൾ ഇതാണ് ചോറ്, ഇതാണ് മുതൽ. അയവാ എത്ര പീസാന്ന് എണ്ണി വയ്ക്കുക, നമ്മൾ നേരം വിളിക്കോളം എണ്ണ തരും. അത്രയും നല്ല അടിപൊളി പീസുകളും നാടൻ കുട്ടൻ എൻ്റെ ദമ്മ് പീസാണ് കിടക്കുന്നത്. അപ്പോൾ ഇതും പിന്നെ സാലഡ് ഇഷ്ടം പോലെയാണ്, 1 2 ഒന്നല്ല, വേണ്ട മാതിരി എടുക്കുക. നമ്മൾ ഇലയിലാണ് വിളമ്പിത്തരിക. അച്ചാറ്, ഈ സാധനം തികച്ചും സൗജന്യമാണ്. ഇഷ്ടം പോലെ സാധനം, പൊളി സാധനം. അപ്പോൾ എന്തായാലും നമ്മൾ തുടക്കത്തിലൊന്നും എടുത്തു, പിന്നെ ഇതാ അവസാനമാണ് എടുക്കുന്നത്. ഭക്ഷണം കഴിച്ചു തുടങ്ങി. എന്തായാലും രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നല്ല ഇഷ്ടം പോലെ ഫുഡ്, ഒന്നിനും കുറവില്ല. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ മുംതാസ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സലിം ഖാൻ്റെ ബിരിയാണി കേട്ടോ. അപ്പോൾ നേരെ പോയിക്കോളി, ആളൊഴിവാക്കണ്ട, പൊളിച്ചടിക്കോളി. ഓക്കേ.